ഏതെല്ലാം തരത്തിലുള്ള ചെടികളാണ് ഇവിടെ നിങ്ങൾക്ക് വിൽപ്പന വെച്ചിട്ടുള്ളത്? ഹോം ഗ്രൗണ്ട് സാധനങ്ങളുണ്ട്, പിന്നെ തൃശ്ശൂർ മണ്ണത്തിൽ നിൽക്കുന്ന സാധനമുണ്ട്, പിന്നെ അമ്പലവയൽ ഗർഭ സാധനമുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലെ കാലാവസ്ഥക്ക് പറ്റിയ ചെടികൾ എന്തെല്ലാം ഉണ്ട്? പിന്നെ കുളമ്പിൻ്റെ മാവുണ്ട്, പിന്നെ ഫുലാസാനുണ്ട്, ഇവിടെ പിടിക്കുന്ന മിറാക്കലുണ്ട്, ഹോം ഗ്രൗണ്ടിൻ്റെ ബൻസൂര ജില്ലാമേരലി പിടിക്കുന്നുണ്ട്. നമ്മളെ സാധാരണ നിലയ്ക്ക് ഇവിടെ വളരുന്ന പ്ലാവ് മാങ്ങ അല്ലാത്ത വളരെ എളുപ്പത്തിൽ ഇവിടെ വളരുന്ന മറ്റ് കായികനികൾ ഉണ്ടാകുന്ന ചെടികളുണ്ട്. ബേറാപ്പിളുണ്ട്, നജി ഉണ്ടാകുന്നുണ്ട്. 2 ദിവസമായി വൈകുന്നേരം നല്ല മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഭൂമിയാതുക്കലിലെ ഫ്ലോറ ഗാർഡനിലേക്കൊന്നു പോയി. തികച്ചും ഒരു അത്ഭുത ലോകത്താണ് ഞാൻ എത്തിയത്. സത്യം പറഞ്ഞാൽ ഇതൊരു സാധാരണ നഴ്സറിയല്ല. 100 കണക്കിന് ഇനം ചെടികൾ ഇവിടെയുണ്ട്. ഇവിടെ ഓരോ ഭാഗവും ഓരോ ലോകമാണ്. നമ്മുടെ കേരളത്തിനകത്തും പുറത്തും കാണുന്ന ചെടികൾ. മഴയിൽ നനഞ്ഞു നിൽക്കുന്ന ഈ പച്ചപ്പിൻ്റെ ഭംഗി നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നത്. റംബുട്ടാന് മാങ്കോസ്റ്റിൻ്റെ 6 വർഷം കൊണ്ട് കായ്ച്ചിട്ടുണ്ട്, 4 വർഷം കൊണ്ട് കായ്ച്ചിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ട്. മാങ്കോസ്റ്റിനാ 4 വർഷം, 5-ാമത്തെ വർഷമായി. ഒരാൾ ഇന്ന് പറഞ്ഞ് കായ്ച്ചിട്ടുണ്ട്, 6 വർഷത്തിൻ്റെ കണക്ക്. ഇവിടെ നമ്മുടെ സ്വന്തം കേരളത്തിലെ തനത് വിളകൾക്കൊരു പ്രത്യേക ഏരിയയുണ്ട്. നല്ല ഇനം ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി തൈകൾ, അതുപോലെ ഔഷധ സസ്യം, ഹൈബ്രിഡ് മാവുകൾ, ലൈംബെറി, റംബുട്ടാൻ, പലതരം പ്ലാവുകൾ. കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടതെല്ലാം ഇവിടെ റെഡി. നല്ല ആരോഗ്യമുള്ള തൈകളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. പിന്നെ ഒരു വിദേശി കോർണർ തന്നെ ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണ കാണാത്ത പലയിനം ചെടികൾ ഇവിടെ സുലഭമാണ്. അഗ്ലോണിമ, ഫിലാഡൻഡ്രോൺ, ഓറഞ്ച് ജാസ്മിൻ, മനോഹരമായ സുക്കുലൻസ്. ഓരോ ചെടിയുടെയും രൂപവും ഭംഗിയും കണ്ടാൽ നമ്മളോട് അങ്ങ് വാങ്ങിപ്പോകും. ഈ മഴ കാരണം ഇലകളിലെ പച്ചപ്പ് ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. കാണാൻ എന്ത് ഭംഗിയാണല്ലേ. നല്ല ഇനം ഹൈബ്രിഡ് വിത്തുകളും ഇവിടെ ലഭ്യമാണ്. അതായത് കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് എല്ലാ വിവരങ്ങളും ശേഖരിച്ച് സാധനങ്ങൾ വാങ്ങിപ്പോകാം.